ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചമ്മന്തി കറിയോ അല്ലെങ്കിൽ വേറെ മറ്റ് കറികളോ ഒന്നും ഇല്ലാതെ തന്നെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദാമാവ് എടുത്ത അതേ അളവിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് തവയിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടായ തവയിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ദോശയുടെ ബാറ്റർ ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശയ്ക്ക് പരത്തുന്ന പോലെ നല്ല രീതിയിൽ പരത്തിയതിന് ശേഷം ഒരു സൈഡ് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചു നമ്മുടെ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഓരോ ദോശ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിലും നല്ല രുചിയോടുകൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ തന്നെയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒരിക്കലും അത് ഇങ്ങനെ കട്ടിയായിട്ടൊന്നും പോകത്തില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ ദോശ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.